ഹലോ. അപ്പം എൻ്റെ പ്രീവിയസ് ഷോർട്സ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇത് അതിൻ്റെ പാർട്ട് 2 ആണ്. ചെട്ടികുളങ്ങര അമ്മ പറയെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ദിവസമാണ് ഇന്ന്. അപ്പം ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. സോ അമ്മയും അച്ഛനും അപ്പച്ചിയും കൂടെ തറയൊക്കെ ചാണകം കൊണ്ട് മെഴുകുകയാണ്. ദെൻ ഞങ്ങളെല്ലാവരും പോയി ഒട്ടും വൈകിക്കാതെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റി രാവിലെ 7:30 ഞങ്ങളുടെ വീട്ടിലെത്തും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ ദിവസം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് അപ്പച്ചിയുടെ വീടാണ്. ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിരുന്നു. ഞങ്ങളെ ഗിഫ്റ്റ് ചെയ്ത ഒരു കൃഷ്ണനാണ് ഇത്, അവരുടെ പാല് കാച്ചിന്. ദെൻ ഞങ്ങൾ ഒട്ടും താമസിക്കേണ്ട തന്നെ അമ്പിളിയപ്പച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും റിലേറ്റീവ്സിൻ്റെ എല്ലാവരുടെയും വീട് അടുത്തടുത്താണ്. സോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അപ്പൂപ്പൻ്റെ സിബ്ലിങ്, അതായത് എൻ്റെ അപ്പൂപ്പൻ്റെ അനിയൻ്റെ വീട്ടിലാണ് പോകുന്നത്. അതും എൻ്റെ അപ്പൂപ്പൻ തന്നെയാണ്. സോ ഞങ്ങൾ അവിടെ പോയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുന്നത്. അപ്പോൾ അച്ഛൻ നോട്ടീസും കാര്യങ്ങളൊക്കെ എന്നെ കാണിക്കുകയാണ്. രാവിലെ അപ്പവും ഗ്രീൻ പീസ് കറിയാണ് അമ്മൂമ്മ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അവിടെ നിന്ന് കിട്ടിയത്. ഇതാണ് അപ്പൂപ്പൻ. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ അമ്പിളിയപ്പച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ പോകുന്ന വഴി തന്നെ അൻപൊലിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിൽ. ഒരുപാട് വീട്ടിൽ ഇത്തവണ അൻപൊലി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് നേരം അവരോട് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ അൻപൊലി കാണാൻ വേണ്ടിയിട്ട് വന്നു. ഇതാണ് അൻപൊലി എന്ന് പറയുന്നത്. ഈ അൻപൊലിയുള്ള വീട്ടിലാണ് ദേവി കുറച്ചധികം സമയം നിൽക്കുന്നത്. ദെൻ ഞങ്ങൾ അതെല്ലാം കണ്ടിട്ട് നേരെ അമ്പിളിയപ്പച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ലതേൻ്റെ ഉണ്ടായിരുന്നു. ആൻറ്റി ഞങ്ങളുടെ റിലേറ്റീവ് തന്നെയാണ്. അപ്പോഴേക്കും ദേവി വരാറായിട്ടുണ്ടായിരുന്നു. വിളക്കൊക്കെ കത്തിച്ച് വെച്ചിരുന്നു. അങ്ങനെ ദേവി അമ്പിളിയപ്പച്ചിയുടെ വീട്ടിൽ വന്നു. നല്ല ഭംഗിയായിട്ട് അവിടുത്തെ പൂജകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ട് വീട്ടിലും പറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ ഞങ്ങൾ നേരെ അണിമപ്പച്ചിയുടെ വീട്ടിലേക്കാണ് വന്നത്. അങ്ങനെ അവിടെയും ദേവി പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഒരു ഹറിബറി ലാസ്റ്റ് മൊമെൻറ്റിൽ വേണ്ടി വന്നില്ല. അവിടെ ഞങ്ങൾ 5 പറയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനും അച്ഛനും അമ്മയും പിന്നെ അണിമപ്പച്ചിയും പിന്നെ അമ്മൂമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അച്ഛൻ്റെ അമ്മ, അതാണ് അമ്മൂമ്മ എന്ന് പറഞ്ഞത് ഞാൻ. ഞങ്ങളുടെ വീട്ടിലെ പറയ്ക്ക് ശേഷം നേരെ അടുത്ത വീട്ടിൽ അൻപൊലി വരുന്നുണ്ടായിരുന്നു. സോ അവിടേക്ക് ഞങ്ങളും കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തന്നെ ട്രിവാൻഡ്രത്തേക്ക് താമസിക്കാണ്ട് തന്നെ ഇറങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വേറെ അമ്മൂമ്മമാരെയൊക്കെ കണ്ടിരുന്നു. അപ്പൂപ്പൻ്റെ സിബ്ലിങ്സാണ്. നല്ല ഭംഗിയായിട്ടെല്ലാം നടന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.